നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണം എന്ന പ്രാഥമിക നിഗമനമാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വരുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകര ഗോവൻ സ്വാമിയുടെ കല്ലറയുടെ അൺബോക്സിംഗ് കാത്തിരുന്നവരാണ് ലോകമെമ്പാടുള്ള മലയാളികളെല്ലാവരും. അങ്ങനെ രാവിലെ വളരെ കൃത്യമായ രീതിയിൽ നിയമ നടപടികളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ആ കല്ലറ തുറക്കുകയും ഈ ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തു. അപ്പോൾ പ്രാഥമികമായിട്ട് പുറത്തു വരുന്ന ഒരു വിവരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ അവർക്ക് സാധിക്കുന്ന ഒരു കാര്യം ഇത് സ്വാഭാവിക മരണമാണ് എന്നുള്ള കാര്യമാണ്. എന്നാൽ മലയാളികൾ, അതായത് ലോകമെമ്പാടുള്ള മലയാളികളെല്ലാം കാത്തിരുന്നത് ഇത് ഏതെങ്കിലും രീതിയിൽ ഇവർ കൊന്നതാണോ, അല്ലെങ്കിൽ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതാണോ, എങ്ങനെയാണ് ഇദ്ദേഹത്തെ സമാധി ഇരുത്തിയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. ഈ മക്കൾ ആരെങ്കിലും ജയിലിൽ പോകുമോ എന്നൊക്കെ ഉള്ളൊരു വലിയ ആശങ്കയിലും വലിയൊരു ആകാംക്ഷയിലായിരുന്നു കേരളത്തിലുള്ള സകല മലയാളികളും, അതുപോലെ ലോകമെമ്പാടുള്ള സകല മലയാളികളും. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിൽ പ്രധാനമായിട്ട് ഇത് സ്വാഭാവിക മരണമാണ്. അതായത് വയസ്സ് എന്ന് വാർദ്ധക്യ സഹജമായ അസുഖത്താലാണ് ഇദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ പ്രധാനമായിട്ടും 3 വസ്തുതകളാണ് ഈ ഫോറൻസിക് വിദഗ്ധർ പരിശോധിച്ചത്. അതായത് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ വിഷം ചെന്നാണോ ഇദ്ദേഹം മരിച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കേറ്റിട്ടാണോ ഇദ്ദേഹം മരിച്ചത്, അല്ലെങ്കിൽ അത് സ്വാഭാവിക മരണമായിരുന്നോ, ഇങ്ങനെയുള്ള 3 വസ്തുതകളാണ് പ്രധാനമായിട്ട് ഇവര് പരിശോധിച്ചത്. പ്രാഥമികമായിട്ട് ഈ ഫോറൻസിക് വിദഗ്ധരൊക്കെ പറയുന്നത് ഇപ്പോൾ സ്വാഭാവിക മരണമാണ് എന്നുള്ള കാര്യമാണ്. എന്നാൽ ഇതിനകത്ത് ചില ആശങ്കകളുണ്ട്, അതും കൂടെ അവര് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ആന്തരിക അവയവങ്ങളിലാണ് ഈ വിഷാംശം വല്ലതും ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടത്. അപ്പോൾ ഈ ആന്തരിക അവയവങ്ങളൊക്കെ എടുത്ത് ശാസ്ത്രീയമായി പരിശോധന കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു 10-25 ദിവസം കഴിയും. അതിനുശേഷം മാത്രം റിപ്പോർട്ട് വന്നാൽ മാത്രമേ കൃത്യമായ രീതിയിൽ ഈ ആന്തരിക അവയവങ്ങളിലൊക്കെ വിഷാംശത്തിന്റെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് പ്രാഥമികമായിട്ട് ഇവരൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്, ഇത്തരത്തിൽ സ്ഥിരമായി കാണുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ സർജന്മാരൊക്കെ ഇങ്ങനെ ആന്തരിക അവയവങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഇങ്ങനെ വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള നിറവ്യത്യാസം കാണുവാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള ഒരു നിറവ്യത്യാസവും ഇപ്പോൾ പ്രാഥമികമായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്വാഭാവിക മരണമാണ് എന്നുള്ള ഒരു റിപ്പോർട്ട് ഈ ഫോറൻസിക് വിദഗ്ധരും അതുപോലെ സർജന്മാരും ഇപ്പോൾ പുറത്തേക്ക് വിട്ടത്. ഈ ഒരു മരണത്തിൽ ഫോറൻസിക് വിദഗ്ധർക്കും പോലീസുകാർക്കും ഒക്കെ ഏറ്റവും കൂടുതൽ സംശയമുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ മുറിവുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിക്ക് പറ്റിയാണോ ഇദ്ദേഹം മരിച്ചത് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കല്ലറ തുറന്നതിന് ശേഷം ഇൻക്വസ്റ്റ് നടപടിയിൽ തന്നെ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യാതൊരു വിധമായിട്ടുള്ള മുറിവുകളൊന്നും ഇദ്ദേഹത്തിന്റെ ശരീരത്തിലില്ല. പിന്നീട് അവർക്ക് ഒരു സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യമാണ്. അതായത് ഇദ്ദേഹത്തെ ഇങ്ങനെ ഈ ഒരു കല്ലറയിൽ അടക്കിയിരിക്കുകയാണ്, അതായത് ഒരു സമാധി ഇരിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ കഴുത്ത് വരെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഈ മക്കൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടുള്ളത് ഭസ്മമാണ് ഉള്ളതാണ് ഇവിടെ കണ്ടുനിന്ന ആൾക്കാർ, അതായത് ഈ സമാധി തുറക്കുന്ന സമയത്ത് അവിടെ കണ്ടുനിന്ന ആളുകൾ, ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ ജീവനോട് കൂടി ഇതിനകത്തേക്ക് ഇരുത്തിയതിനു ശേഷം ഇതിന്റെ മേളിൽ സ്ലാബ് ഇട്ട് മൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ശ്വാസം കിട്ടാത്ത ഒരു രീതി ഉണ്ടാകുകയും ഇദ്ദേഹം വലിയ രീതിയിൽ വളരെ ശക്തിയോടുകൂടി ശ്വാസം വലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ ഈ കഴുത്ത് വരെ ആ ഒരു സമയത്ത് ഈ ഭസ്മം ഉണ്ടായതുകൊണ്ട് ഈ ഭസ്മം എങ്ങനെ പറക്കുന്ന സാധനമാണല്ലോ, അപ്പോൾ ഈ ഒരു ശ്വാസകോശത്തിലേക്ക് ഈ ഭസ്മം ഇദ്ദേഹം വലിച്ചു കയറ്റി ശ്വാസകോശത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോഴുള്ള പോസ്റ്റ്മോർട്ടത്തിൽ ആ രീതിയിൽ ഭസ്മങ്ങളൊന്നും തന്നെ ഇതിന്റെ ഉള്ളിലേക്ക്, അതായത് ശ്വാസകോശത്തിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ സംശയം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഇതിനകത്തിരുന്ന് തന്നെയാണോ ഇദ്ദേഹം മരിച്ചത്, അതോ ഇനിയും വീട്ടിന്റെ അകത്ത് ഇദ്ദേഹം നേരത്തെ മരണപ്പെട്ടതിന് ശേഷം ഈ മക്കള് ആരും അറിയാതെ ഇതിനകത്ത് കൊണ്ടുവച്ചതാണോ എന്നുള്ളത് ഒരു സംശയമാണ്. അതിനി അന്വേഷണത്തിൽ തെളിയേണ്ട ഒരു കാര്യമാണ്. നിലവിൽ ഇദ്ദേഹത്തിന്റെ മരണം സ്വാഭാവിക മരണമാണ് എന്ന് പറയുന്നുവെങ്കിലും ഈ ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയമായ പരിശോധന ഫലം വരണമെങ്കിൽ 10-25 ദിവസം എടുക്കും, ചിലപ്പം 30 ദിവസത്തിൽ പുറത്തെടുക്കും. അത് വന്നതിന് ശേഷം മാത്രമേ തീർത്തും സ്വാഭാവിക മരണമാണ് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അതുവരെയും ഈ മക്കളൊക്കെയും ഈ പൊതുജനങ്ങളുടെ ഇടയിൽ, അതായത് ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത ആളുകളുടെ ഇടയിലും അതുപോലെ തന്നെ ഈ അയൽപക്കക്കാരുടെ ഇടയിലും ഒക്കെ സംശയത്തിന്റെ നിഴലിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവരുടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള സംസാരങ്ങളും പ്രവൃത്തികളുമാണ്. 2-3 ദിവസമായിട്ട് ഈ ഒരു വാർത്ത ഞാൻ ശ്രദ്ധിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്മയും മക്കളും തത്വത്തിൽ പാവങ്ങളാണ്. ഇവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള സംസാരമാണ് ഇത്തരത്തിൽ ഈ ഒരു രംഗം വഷളായതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൂത്ത മകൻ കൃത്യമായ രീതിയിൽ വർഗീയത പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും. അതായത് ചില ഹിന്ദു സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങളാണ് പരാതി കൊടുത്തത് എന്നൊക്കെ രീതിയിൽ ഇദ്ദേഹം സംസാരിക്കുന്നതും മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുന്നതും കണ്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ വർഗീയത പറഞ്ഞ് ഈ ഒരു കാര്യത്തിൽ നിന്ന് തടി തെപ്പാൻ വേണ്ടി ഇവർ ശ്രമിച്ചു. അതാണ് കൂടുതലായിട്ട് രംഗം വഷളാക്കിയത്. അപ്പോൾ ഹിന്ദു സംഘടനകളൊക്കെ
ഇവരോടൊപ്പം ചേർന്ന് നിന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്ന ഒരു സാഹചര്യമാണ് ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടത്. എന്നാൽ ഹൈക്കോടതിയിലേക്ക് കേസുമായി പോയി കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി ഈ കേസിന് അനുകൂലമായിട്ട് ഒരു നിലപാടും എടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഹിന്ദു സംഘടനകളൊക്കെ പിന്നോട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി അവർ മുന്നോട്ട് വരികയും ഇദ്ദേഹത്തെ വലിയ രീതിയിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ തരമില്ല. അതായത് ഈ ഒരു വിഷയത്തിൽ മീഡിയക്കാർ വലിയ പബ്ലിസിറ്റി കൊടുത്തതുകൊണ്ട് ഹിന്ദിയിലെ ചാനലുകളും അതുപോലെ തന്നെ തമിഴിലെയും തെലുങ്കിലെയും ആന്ധ്രയിലൊക്കെ ചാനലുകൾ, അതായത് ടൈംസ് ഓഫ് ഇന്ത്യ പോലത്തുള്ള ചാനലുകളും CNN പോലുള്ള ചാനലുകളൊക്കെ ഒരു മിനിറ്റത്തെ ന്യൂസ് അല്ല കൊടുത്തത്, 3/4 മണിക്കൂറോളമുള്ള ഡോക്യുമെന്ററികളാണ് അവിടെയൊക്കെ ചാനലുകളിൽ അവർ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് ആരും അറിയാതെ കിടന്നിരുന്ന നെയ്യാറ്റിൻകര ഗോവൻസ്വാമിയും മക്കളും ഒക്കെ വലിയ രീതിയിൽ പ്രസിദ്ധരായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മലയാളികളുടെ ഇടയിൽ മാത്രമല്ല, നാഷണൽ ലെവലിൽ തന്നെ ഇവർ പ്രസിദ്ധരായിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നാളെ കാലത്ത് ഇദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവന്ന് ഇവിടെ സമാധി ഇരുത്തുകയും അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, അത് ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറും എന്നൊക്കെ ഉള്ള കാര്യത്തിൽ സംശയമുണ്ട്. നമ്മുടെ കേരളമാണ്, ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ധാരാളമായി മുറുകെ പിടിക്കുന്ന ആളുകൾ ഒരുപാട് പേരും നമ്മുടെ ചുറ്റിലും നമ്മുടെ ഇടയിലുമുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ അവിടെ വികസിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവാനാണ് സാധ്യത. നമ്മുടെ ജനങ്ങളാണ്, നമ്മുടെ മലയാളികളാണ് ആ രീതിയിലൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ചുള്ള വേറെ പല കോലാഹലങ്ങളും ഉണ്ടാവും. മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ചില സംഘടനകളൊക്കെ മുന്നോട്ട് വന്ന് ഇതിന്റെ പേരിൽ പലവിധമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കും, സർക്കാരിനെ കുറ്റം പറയും, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്ത ആളുകളെ വളരെ കാര്യമായ രീതിയിൽ കുറ്റം പറയും. ആ രീതിയിലുള്ള പ്രവർത്തനമൊക്കെ നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ മുതൽ കാണുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മുഖ്യധാര മാധ്യമങ്ങൾ, അതായത് വിഷ്വൽ മീഡിയ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ട്രോളാണ് ഇവരുടെ വീഡിയോകളൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് പോലത്തുള്ള പരിപാടിയിലൊക്കെ വലിയ രീതിയിലുള്ള ട്രോളുകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ വീഡിയോ, അതായത് ഈ മക്കളുടെ അമ്മയുടെയൊക്കെ വീഡിയോ വെച്ച് ഉണ്ടാക്കി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് ഇവര് നിരപരാധികളാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മക്കളെ സംബന്ധിച്ച് വെളിയിൽ ഇറങ്ങി നടക്കുവാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കുറെ നാളത്തേക്ക്. ഇവരെ സംബന്ധിക്കുന്ന ഒരുപാട് ട്രോളുകളാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുമുണ്ട്. അതൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. ഇവർ ചെയ്ത കാര്യങ്ങളെയോ ഇവർ പറഞ്ഞ കാര്യങ്ങളെയോ ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. എന്നാൽ അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്, വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിക്കേണ്ട ആവശ്യകത അവർക്കുണ്ട്. അവരത് ചെയ്തോട്ടെ. തത്വത്തിൽ ഈ അമ്മയും മക്കളൊക്കെ സാധുക്കളും പാവങ്ങളുമാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കാണുന്നത്. അവർക്ക് മുന്നോട്ട് ജീവിക്കേണ്ടതുണ്ട്. എന്നാൽ പൊതുസമൂഹത്തിന് ചില കാര്യങ്ങൾ അറിയേണ്ട ആവശ്യകതയുണ്ടായിരുന്നു. അതിലെ പ്രാഥമികമായിട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞു. ഇനി ആ മരിച്ചുപോയ ആളുടെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം പുറത്തേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ചിത്രം ഈ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം അവര് നിരപരാധികളാണ് എങ്കിൽ അവരെ വെറുതെ വിടേണ്ട ഒരു ആവശ്യമുണ്ട്. അവരുടേതായിട്ടുള്ള ജീവിതശൈലിയിൽ അവർക്ക് ജീവിക്കേണ്ട ആവശ്യകതയുണ്ട്. അവരെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണം നടത്തുകയോ ചെയ്യുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.